ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2024 നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ക്രോൾ ചെയ്ത് തള്ളിയ ഒരു ടേംസാണ് 90s കിഡ്സ് അല്ലെങ്കിൽ തന്ത വൈബ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ആക്കം കൂട്ടാനോ മധുരം കൂട്ടാനോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റ്സ് ആണ് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ പടി എന്നുള്ള നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ മ്യൂസിക് ഡിവൈസുകളുടെ മുന്നിൽ അന്യം നിന്ന് പോകുന്ന ഒരു ഡിവൈസാണ് പോർട്ടബിൾ CD പ്ലെയർ. ഒരു കാലത്ത് ഇതുപോലുള്ള ഒരു CD പ്ലെയർ നമ്മൾ വാങ്ങാൻ വേണ്ടി കൊതിച്ചിരുന്നു. അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു CD പ്ലെയറോ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ മ്യൂസിക് കേൾക്കാൻ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതും ഇങ്ങനൊരു മ്യൂസിക് CD പ്ലെയറാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പം മൊബൈൽ ഫോണിലൊക്കെ പാട്ട് കേൾക്കാനുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ എന്തിന് ഇതുപോലുള്ള ഡിവൈസ് എന്ന് ന്യൂജൻ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, തന്തവായി പഠിച്ചിരിക്കുന്ന നമ്മുടെ 90 കിഡ്സിന് ഇത് പോലുള്ള ഡിവൈസുകൾ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. ഇത് മാത്രമല്ല, ഇനി നമ്മളുടെ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കാസറ്റ് പ്ലെയറൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് നമ്മളുടെ വീഡിയോയിൽ. എനിവേ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ഡിവൈസാണ്. ഇതൊരു പോർട്ടബിൾ CD പ്ലെയറാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഡിവൈസ് എത്ര രൂപയാണ് ഇത് വാങ്ങാനായിട്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് വരാം. പ്രത്യേകിച്ച് വലിയൊരു ബ്രാൻഡിങ് ഒന്നും നമുക്ക് ഈ ഒരു ബോക്സിൽ കാണുന്നില്ല. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരു സീൽഡ് ബോക്സ് ആയിട്ടല്ല വരുന്നത്. എന്നാലും ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു യൂസർ മാനുവലാണ്. ഈ യൂസർ മാനുവൽ എടുത്ത് നമുക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാവും. അത് ചൈനീസിലും ഇംഗ്ലീഷിലും ജാപ്പനീസിലും ഒക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. ലൈഫ് ടൈം വാറണ്ടിയാണ്. ലൈഫ് ടൈം വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. ഈ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടും. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ടെക്നിക്കലി ഒരു വാറണ്ടി കാർഡാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കേബിൾസാണ് വരുന്നത്. ഈ കേബിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു ടൈപ്പ് സി USB ടൈപ്പ് സി ചാർജിങ് കേബിളാണുള്ളത്. ഈ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓക്സിലറി കേബിളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഒരു ഹെഡ്ഫോണാണ്. അതിൻ്റെ ഒരു റബ്ബർ തുറന്നപ്പോൾ തന്നെ തെറിച്ച് പോയി. അതിനി കണ്ടുപിടിക്കണം. അത് സത്യം പറഞ്ഞാൽ ഇതിനകത്തുണ്ട്. എനിക്കൊന്ന് എക്സ്ട്രാ വന്ന് സ്പെയർ ആയിട്ട് വരുന്നില്ലേ, ആ റബ്ബറാണ് തെറിച്ച് പോയത്. അതെടുത്ത് വെക്കാം. നമുക്ക് മെയിൻ നമ്മളുടെ ഡിവൈസ് ഇതാണ്. നമ്മളുടെ CD പ്ലെയർ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണിത്. കുറച്ച് സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചുകളെന്ന് പറയുന്നത് പിയാനോ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് കുറച്ച് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇത് ഓൺ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ബട്ടൺസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് വോളിയം കൺട്രോളാണ്. ഈ കാണുന്നത് ഹെഡ്ഫോൺ ജാക്കറ്റ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം 2 പേർക്ക് പാട്ട് കേൾക്കാൻ പറ്റും എന്നാണ് ഇതിൽ നിന്ന് കരുതുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടനാണ്. പവർ ഓൺ ഓഫ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ചാർജ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ USB ടൈപ്പ് സിയുടെ ഒരു ഇൻപുട്ടും ഉണ്ട്. നമ്മളിവിടെ ആദ്യം കാണുന്നത് ബ്ലൂടൂത്ത് ബട്ടനാണ്. ബ്ലൂടൂത്ത് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലേക്ക് പോകും. പിന്നെ മോഡ് ഓപ്ഷൻ ഉണ്ട്. നടുക്കത്തെ ബട്ടൺ പ്ലേ ചെയ്യാനുള്ളതാണ്. ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ലിഡ് ഉള്ളത്. അത് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു CD ഓൾറെഡി റൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഓഡിയോ CD ഫോർമാറ്റ് ആയതുകൊണ്ട് ഒരു 10-18 പാട്ട് ഇതിനകത്തുണ്ട്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും. അത് സിമ്പിളാണ്. അപ്പോൾ ഇത് ഓൺ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് എടുക്കുക, ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു LED ബട്ടൺ ഇതുണ്ട്. CD ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ച്, ലോഡിങ് എന്നൊക്കെ കാണിച്ച് അത് വരുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാട്ടങ്ങ് പ്ലേ ആവും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ CD ലോഡായിട്ടുണ്ട്. ഇപ്പോൾ ട്രാക്ക്
അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് അവിടെ ഇത് ചെയ്തത്. ഇവിടെ രണ്ടിടത്തും ഫ്രണ്ടിൽ നമുക്ക് സ്പീക്കേഴ്സ് ഉണ്ട്. അത് സ്റ്റീരിയോ സ്പീക്കറാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ്. ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഹൈ ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മാത്രമല്ല, ഇപ്പം നമ്മളുടെ കാറിൽ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിൽ കാറിൽ ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ CD ഒക്കെ റൈറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് വെച്ച് സുഖമായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തു നിന്നാണ് പാട്ട് നന്നായി നമുക്ക് കേൾക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടുന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേന്. പിന്നെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് അടുത്ത പാട്ടിലേക്ക് പോവാം. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിന് അവർ കൊടുത്തിട്ടുണ്ട്. UAE ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 200 ദിറംസ് ആണ്. നാട്ടിലത്തെ ഏകദേശം ഒരു 4500 5000 രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വില കൊടുത്ത് ഇത് വാങ്ങുമ്പോൾ ഉള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം പഴയ ഏതെങ്കിലും CD ഉണ്ട്, ആ CDയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാട്ട് കോപ്പി ചെയ്യണമെങ്കിൽ അതിന് ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറുവശത്ത് നമുക്ക് TF കാർഡ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് റെക്കോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റെക്കോർഡ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ CDയിലുള്ള പാട്ട് നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്യാനും പറ്റും. അപ്പം എന്തുകൊണ്ടും ഒരു അടിപൊളി ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ഞാനിത് കീപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു ഡിവൈസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പാട്ട് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ പാട്ട് എങ്ങനെ റൈറ്റ് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഉള്ളൊരു ഡിവൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് അടുത്ത ദിവസം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ ഇത് റൈറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ. പാട്ട് റൈറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ബ്ലാങ്ക് CDകളാണ്. ഞാൻ ഈ 25 ഡിസ്ക് വരുന്ന ഒരു പാക്കേജ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 40 ദിറംസോളമായി. ഇത് വേണം നമുക്ക് ഇതിനകത്തേക്ക് പാട്ട് റൈറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ വന്ന കാലത്ത് നമുക്ക് എങ്ങനെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ റൈറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റൈറ്ററാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഐമേഷിൻ്റെ ഒരു റൈറ്റർ, ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു DVD റൈറ്ററാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി, ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് വെച്ച് നോക്കാം. അതിപ്പോൾ നിങ്ങളോട് എനിക്ക് ഇത് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറയാനേ പറ്റൂ. പക്ഷേ നോർമലി നിങ്ങളുടെ അടുത്ത് നല്ലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ക്വാളിറ്റി നമുക്ക് കിട്ടും. കാര്യം ഇതിൽ നിന്ന് പോകുന്നത് നല്ല ഡിജിറ്റൽ ഔട്ട്പുട്ട് തന്നെയാണ്. അനലോഗ് ഔട്ട് പോലെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്നും ലോസ് ആവത്തില്ല. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ അത്ര ബാസ് ഒന്നും ഇല്ലാതെ കുറച്ചധികം തന്നെ ഈ ട്രബിൾ കയറി കിടക്കുന്നൊരു വോയിസ് ആയിട്ടാണ് ഈ ഹെഡ്സെറ്റിൽ നമുക്ക് ഫീൽ ചെയ്തത്. ഇത് വെച്ചിട്ട് നമുക്കധികം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്താൽ പോലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിത് റൈറ്റ് ചെയ്യണമെങ്കിൽ, ഈ CD ഒക്കെ റൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ കോമൺ അല്ലല്ലോ, എല്ലാ സ്ഥലത്തും ഇതുപോലൊരു സംഭവം ഉണ്ടാവത്തില്ല. ഈ ഇതുപോലൊരു DVD റൈറ്ററോ CD റൈറ്ററോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് അധികം യൂസ് കേസ് വരുന്നില്ല. കാര്യം ഇപ്പോൾ വളരെ ഈസി ആയിട്ട് യൂട്യൂബ് മ്യൂസിക്കും മറ്റുള്ള സബ്സ്ക്രിപ്ഷനും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും ഒരു വിരൽത്തുമ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലൂടെ. അതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ പഴയ ഗ്രാമഫോണിലേക്കൊക്കെ തിരിച്ചു പോകുന്നൊരു കാലവും കൂടാണ്. അത് മറ്റൊന്നുമല്ല, നൊസ്റ്റാൾജിയ തന്നെയാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് നൊസ്റ്റാൾജിയ അടിക്കാൻ വേണ്ടി പറ്റുന്ന ഡിവൈസുകളൊക്കെയാണ് ഇത്. മേ ബി അവൈലബിൾ ആവുന്ന അവസാന ടൈം ആയിരിക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡിവൈസ് നിങ്ങൾക്ക് വാങ്ങാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന അവസാന ചാൻസ് ആയിരിക്കാം ഇതുപോലുള്ള ഡിവൈസുകൾ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും വില കുറച്ച് നമുക്ക് അനവധി CD പ്ലെയറൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പോർട്ടബിൾ ആയിട്ട് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് എനിക്കിതാണ് തോന്നിയത്.
ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കണ്ടിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് അഭിപ്രായം എന്താണെന്ന് പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് അജി സൈനിങ് ഓഫ്. ബൈ.